ഓം നമോ വെങ്കിടേശായ. നമസ്കാരം. ആത്മീക്യം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ബ്രഹ്മമുഹൂർത്ത വഴിപാടിനെ കുറിച്ചാണ്. നമ്മൾ ഓൾറെഡി 2 വീഡിയോകൾ ബ്രഹ്മമുഹൂർത്തത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മമുഹൂർത്ത വഴിപാട് എന്താണ് എന്നും അതിൻ്റെ വിശേഷതകളെക്കുറിച്ചുമെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും കൂടി പലർക്കും ബ്രഹ്മമുഹൂർത്ത വഴിപാട് ചെയ്തിട്ടും യാതൊരു വിധത്തിലുള്ള ഫലവും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരും, ഇനി അതല്ല ഏതെങ്കിലും ഒരു ആഗ്രഹം മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ ഇനിയുള്ള ഈ കർക്കിടക മാസത്തിൻ്റെ തുടക്കത്തിൽ ബ്രഹ്മമുഹൂർത്ത വഴിപാട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഈ വരുന്ന വെള്ളിയാഴ്ച മുതൽക്ക് ബ്രഹ്മമുഹൂർത്ത ദീപ വഴിപാട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നവർക്കും വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത്. ഈ വീഡിയോ മുഴുവനായിട്ടും കാണുവാനായിട്ട് ശ്രമിക്കുക. കാരണം ഇതിൽ ഞാനൊരു നമ്മുടെ പ്രാർത്ഥനകൾക്ക് പെട്ടെന്ന് തന്നെ ഫലം കിട്ടുവാനുള്ള ഒരു സൂക്ഷ്മ രഹസ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു ദിവസത്തെ കണക്കനുസരിച്ച് 64 മുഹൂർത്തമാണ് ഒരു ദിവസത്തിൽ ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഈ ബ്രഹ്മമുഹൂർത്ത സമയം എന്ന് പറയുന്നത്. പലർക്കും അതിൻ്റെ സമയങ്ങളിൽ പലതരത്തിലുള്ള സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ഓരോ സ്ഥലത്തെയും സമയ വ്യത്യാസങ്ങൾ അനുസരിച്ചുകൊണ്ട് ബ്രഹ്മമുഹൂർത്ത സമയത്തിന് മാറ്റം വരുന്നതാണ്. സൂര്യഭഗവാൻ ഉദിക്കുന്നതിൻ്റെ 1 മണിക്കൂർ 36 മിനിറ്റ് മുൻപായുള്ള സമയമാണ് ബ്രഹ്മമുഹൂർത്തം അല്ലെങ്കിൽ ബ്രാഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. ഏകദേശ കണക്കെടുക്കുകയാണെങ്കിൽ രാവിലെ 3:30 അല്ലെങ്കിൽ 4 മണി മുതൽക്ക് 5:35 വരെ അല്ലെങ്കിൽ 5:45 വരെയുള്ള സമയത്തെയാണ് ബ്രഹ്മമുഹൂർത്ത സമയം എന്ന് പറയുന്നത്. ഏതൊരു കാര്യങ്ങൾ നിറവേറി കിട്ടുവാൻ വേണ്ടിയാണെങ്കിലും, അതല്ല കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും എപ്പോഴും ഉണ്ടാകുവാൻ വേണ്ടിയും, രോഗങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടിയും, ആയുസ് വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയും, മാത്രമല്ല സാമ്പത്തിക തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടിയും, ജോലി തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ എന്നിങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള ഏറ്റവും ഉത്തമമായ ഒരു പരിഹാര മാർഗമാണ് ബ്രഹ്മമുഹൂർത്ത സമയ വഴിപാട് എന്ന് പറയുന്നത്. ദൈവവിശ്വാസികളാണെങ്കിലും ഇനി അഥവാ ഈ പ്രപഞ്ചത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും ഈ സമയത്ത് ഉണരുന്നത് അതീത നന്മകൾ നമ്മളെ തേടി വരുന്ന ഒന്നാണ്. കൂടാതെ തന്നെ പ്രാചീന കാലത്ത് യോഗിമാരും അതുപോലെ തന്നെ മഹർഷിമാരും ബ്രഹ്മമുഹൂർത്തം എന്നതിൽ ഏറെ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. ആയുർവേദ പ്രകാരം നോക്കുകയാണെങ്കിൽ ഈ സമയത്ത് ഉണരുന്നത് മുഖാന്തരം രോഗങ്ങൾ അകറ്റുകയും ആയുസ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ്. ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് 48 മിനിറ്റ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെ നോക്കുമ്പോൾ സൂര്യൻ ഉദിക്കുന്നതിൻ്റെ 1 മണിക്കൂർ 36 മിനിറ്റ് മുൻപായുള്ള സമയമാണ് ഈ ബ്രഹ്മമുഹൂർത്തമായി പറയപ്പെടുന്നത്. മാത്രമല്ല സൂര്യഭഗവാനും ചന്ദ്രഭഗവാനും ഒരുമിച്ച് ചേരുന്ന ആ ഒരു സമയം കൂടിയാണ് ഈ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. പലരും ഇപ്പോൾ ഈ സമയത്ത് വഴിപാടുകൾ ചെയ്യുന്നവരായിരിക്കും, എഴുന്നേൽക്കുന്നവരായിരിക്കും. ചിലർ രാവിലെ നേരത്തെ എഴുന്നേറ്റാലും ഈ സമയത്ത് പൂജകൾ ചെയ്യുവാനോ വഴിപാടുകൾ ചെയ്യുവാനോ ശ്രമിക്കില്ല. കാരണം ഓരോ ദിവസത്തെയും ജോലികൾ ചെയ്തു തീർത്തു വേണം നമ്മുടെ അടുത്ത ജോലിക്ക് പോകേണ്ടത് എന്നുള്ള ചിന്താഗതിയോടുകൂടി എഴുന്നേറ്റ് ഉടനെ തന്നെ അടുക്കളയിലേക്ക് പോകുന്ന ശീലങ്ങളും ഒരുപാട് പേർ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചിലരാകട്ടെ രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് വീട്ടിലെ പൂജാമുറിയിൽ ദീപം തെളിയിച്ച് വഴിപാടുകളും പ്രാർത്ഥനകളും ചെയ്യുന്നവരും ഒരുപാട് പേരുണ്ട്. കൂടാതെ യോഗകൾ ചെയ്യുന്നവരും വ്യായാമം ചെയ്യുന്നവരും എല്ലാം ഈ സമയത്ത് എഴുന്നേൽക്കാറാണ് പതിവ്. മറ്റു ചിലരാകട്ടെ ഞങ്ങൾ 8 മണി അല്ലെങ്കിൽ 7 മണിക്കല്ലാതെ ഉണരുന്ന ഒരു ശീലം ഞങ്ങൾക്കില്ല എന്ന് പറയുന്നവരും ഒരുപാട് പേരുണ്ട്. ആദ്യം നമുക്ക് ഈ സമയത്ത് എഴുന്നേറ്റാൽ ഉണ്ടാകുന്ന ഫലങ്ങൾ എന്താണ് എന്ന് കാണാം. നമ്മുടെ ശാരീരികപരമായും മാനസികപരമായും നമ്മളെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ ബ്രഹ്മമുഹൂർത്ത സമയം എന്ന് പറയുന്നത്. ദേവാദിദേവന്മാരുടെ അനുഗ്രഹം നിറഞ്ഞ ഒരു സമയമാണ് ഈ സമയം. അതുപോലെ തന്നെ നമ്മൾ പ്രപഞ്ചത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരുപാട് മാലാഖമാർ ഉണരുന്ന ഒരു സമയം കൂടിയാണ് ഈ ബ്രഹ്മമുഹൂർത്ത സമയം എന്ന് പറയുന്നത്. ഇങ്ങനെ ഇതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് ഒരുപാട് വിശദീകരിക്കുവാനുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും ഇവിടെ പറയുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏതൊരു കാര്യങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് തുടർച്ചയായിട്ട് നിങ്ങൾ 48 ദിവസമോ അല്ലെങ്കിൽ 21 ദിവസമോ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് വീട്ടിൽ ഒരു ദീപം തെളിയിച്ച് പ്രാർത്ഥിച്ചു നോക്കൂ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും നടക്കില്ല എന്ന് കരുതി ഉപേക്ഷിച്ച കാര്യത്തെ പോലും നടത്തിത്തരും ഭഗവാൻ എന്നാണ് പറയുന്നത്. നിങ്ങൾ ഏത് ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും സാരമില്ല. ആദ്യം കുറച്ച് ദിവസങ്ങൾ നമുക്ക് പ്രയാസമായിട്ട് തോന്നുമെങ്കിലും നമ്മൾ എഴുന്നേറ്റ്
എഴുന്നേറ്റ് ശീലിച്ചാൽ തുടർച്ചയായിട്ട് നമുക്ക് എഴുന്നേൽക്കുവാൻ സാധിക്കും. അലാറം പോലും വേണ്ട എന്ന് വെക്കുന്നവരും ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് കുളിക്കാൻ സാധിക്കില്ല, ദീപം തെളിയിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നവരും ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളും ഞാൻ ഇപ്പോൾ ഇവിടെ പറയാം. ആദ്യം നിങ്ങൾ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിക്കുക. നിങ്ങൾ വിശ്വാസമുള്ളവരാണെങ്കിലും വിശ്വാസമില്ലാത്തവരാണെങ്കിലും ആദ്യം നിങ്ങൾ മനസ്സിൽ ഒരു കാര്യം ഉറപ്പിക്കുക. ഏതെങ്കിലും ഒരു ആഗ്രഹം നിറവേറി കിട്ടുവാനായിട്ട് നിങ്ങൾ 21 ദിവസം അല്ലെങ്കിൽ 48 ദിവസം കണക്കിലെടുക്കാം. ഇനി അത്രയും ദിവസം നമുക്ക് എഴുന്നേൽക്കാൻ സാധിക്കില്ല എന്ന് പറയുകയാണെങ്കിൽ ഒരു 7 ദിവസം നിങ്ങൾ കണക്കിലെടുക്കുക, അല്ലെങ്കിൽ 11 ദിവസം കണക്കിലെടുക്കുക. ഇനി നമ്മൾ എഴുന്നേറ്റു കഴിഞ്ഞു ഉടൻ തന്നെ നമ്മൾ കുളിക്കുകയാണ് വേണ്ടത്. ശരീരത്തിന് ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ, അതായത് നിത്യവും കുളിക്കാൻ സാധിക്കില്ല എന്ന് പറയുകയാണെങ്കിൽ തല നനയ്ക്കാതെ ശരീരശുദ്ധി വരുത്തുക. ഇങ്ങനെ വരുത്തിക്കഴിഞ്ഞതിനു ശേഷം നമ്മൾ നമ്മുടെ പൂജാമുറിയിൽ ചെന്ന് 5 മൺവിളക്കുകൾ നിങ്ങൾ തയ്യാറാക്കി വൈകുന്നേരങ്ങളിൽ തന്നെ വെക്കേണ്ടതാണ്. 5 മൺവിളക്കുകൾ ഈ ബ്രഹ്മമുഹൂർത്ത വഴിപാടിന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുക. ആ 5 മൺവിളക്കുകളിലും മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ട് തൊട്ട്, അതുപോലെ തന്നെ പഞ്ഞിതിരിയും നല്ലെണ്ണയും നമുക്ക് എടുക്കാവുന്നതാണ്. ഇത് ഒരു തട്ടിലാക്കി നമുക്ക് തലേ ദിവസം തന്നെ തയ്യാറാക്കി വെക്കണം. ഇനി അതുപോലെ തന്നെ നമുക്ക് വീണ്ടും ഒരു മൺവിളക്ക് കൂടി തയ്യാറാക്കി വെച്ചിരിക്കണം. ആ മൺവിളക്ക് തെളിയിക്കേണ്ടത് നമ്മുടെ വീട്ടിൻ്റെ പ്രധാന വാതിലിന് വലതുവശത്തായിരിക്കണം. രാവിലെ ഈ ഒരു ദീപം അവിടെ തെളിഞ്ഞ് കത്തിക്കോട്ടെ. അതിനുശേഷം നമ്മൾ നമ്മുടെ പൂജാമുറിയിൽ വന്ന് 5 മൺവിളക്കുകളും തെളിയിക്കാവുന്നതാണ്. ഇനി അഥവാ 5 മൺവിളക്ക് തെളിയിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നവർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു മൺവിളക്ക് തെളിയിക്കുക. അല്ലെങ്കിൽ സാധാരണ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ നിത്യവും നിങ്ങൾ തെളിയിക്കുന്ന ദീപം ഏതാണോ ആ ദീപം നമുക്ക് തെളിയിക്കാവുന്നതാണ്. പക്ഷേ ഇതിലൊരു സൂക്ഷ്മമായ ഞാനൊരു കാര്യം കൂടി പറയാം. സാമ്പത്തികപരമായ തടസ്സങ്ങൾ അനുഭവപ്പെടുന്നവർ, നമ്മുടെ ജോലിയിൽ ഉയർച്ചയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ, സ്വർണങ്ങൾ പണയത്തിലാണ് തിരികെ എടുക്കുവാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ ഒരു കാര്യം ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്ന ഈ ഒരു ചെറിയ താന്ത്രികം കൂടി നിങ്ങൾ ചെയ്തു നോക്കുക. ഇത് വളരെ സൂക്ഷ്മമായ ഒരു രഹസ്യമാണ്. നമ്മൾ തെളിയിക്കുന്ന ഏതെങ്കിലും ഒരു ദീപത്തിൽ, ഏത് ദീപമാണെങ്കിലും സാരമില്ല, മൺവിളക്ക് ദീപമാണെങ്കിലും അല്ല, നമ്മൾ സാധാരണ കാമാക്ഷി വിളക്കോ ഗജലക്ഷ്മി വിളക്കോ കുബേര വിളക്കോ അല്ലെങ്കിൽ നിലവിളക്ക് തെളിയിക്കുകയാണെങ്കിലും അതിൽ നമ്മൾ ഒരു ചെറിയ സ്വർണത്തിൻ്റെ ഏതെങ്കിലും ഒരു ചെറിയൊരു അംശം ഇടാവുന്നതാണ്. അതായത് കമ്മലുകളുടെ പൊട്ടിയ തിരികുണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ മൂക്കുത്തിയുടെ ഒരു ചെറിയ ഭാഗമുണ്ടാകും. ഇനി അഥവാ നമുക്ക് സ്വർണത്തിൻ്റെ ഇല്ല എന്നുണ്ടെങ്കിൽ വെള്ളിയുടെ ഉണ്ടെങ്കിലും നമുക്ക് ആ വിളക്കിനകത്തേക്ക് ഇടാം. ഇനി അഥവാ വെള്ളിയും ഇല്ല എന്നുണ്ടെങ്കിൽ 1 രൂപ നാണയം നിങ്ങൾ ആ ദീപത്തിന് അകത്തേക്ക് ഇട്ട് അതിന് മുകളിൽ എണ്ണയൊഴിച്ച് തിരിയിട്ട് ദീപം തെളിയിക്കാവുന്നതാണ്. ഇത് അതിസൂക്ഷ്മമായ ഒരു രഹസ്യമാണ്. നിങ്ങൾ ഇത് നിത്യവും തുടർച്ചയായിട്ട് തെളിയിച്ചു വന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിലെ സകല സാമ്പത്തിക തടസ്സങ്ങളും ഇല്ലാതാകുന്നത് നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ഈ ദീപം തെളിയിച്ചു വെച്ചിട്ട് നമ്മൾ അങ്ങനെ നമ്മുടെ അടുക്കളയിൽ പോയി ജോലികൾ ചെയ്യാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ദീപം തെളിയിച്ചു കഴിഞ്ഞതിനു ശേഷം വിനായക ഭഗവാന്റെ മന്ത്രം നമ്മൾ ചൊല്ലേണ്ടതാണ്. നിങ്ങൾക്ക് ഏതു മന്ത്രമാണോ അറിയുന്നത് ആ മന്ത്രം ഒരു 11 പ്രാവശ്യം ചൊല്ലാം. അതായത് ഓം ഗം ഗണപതയേ നമ എന്നുള്ള മന്ത്രം 11 പ്രാവശ്യം ചൊല്ലാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ കുലദൈവത്തിൻ്റെ മന്ത്രം അറിയുമെങ്കിൽ കുലദൈവത്തിൻ്റെ മന്ത്രം ചൊല്ലുക, അല്ലെങ്കിൽ കുലദൈവത്തിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഇപ്പോൾ നമ്മൾ കുലദൈവത്തെയും അതുപോലെ തന്നെ വിനായക ഭഗവാനെയും പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഗുരു ഭഗവാൻ എന്നറിയപ്പെടുന്ന പരമശിവൻ്റെ ഒരു മൂർത്തിഭാവമായ ദക്ഷിണാമൂർത്തിയെയാണ് പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങൾ ഏതൊരു ക്ഷേത്രത്തിൽ ചെന്നാലും ആലിൻ്റെ ചുവട്ടിൽ തെക്കുവശം തിരിഞ്ഞ് ചിന്മുദ്രാങ്കിതനായിരിക്കുന്ന ദക്ഷിണാമൂർത്തിയെ കാണുവാനായിട്ട് സാധിക്കും. നിങ്ങൾ തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ ചെന്നിരിക്കുന്നവർക്ക് അറിയാൻ സാധിക്കും. ഗുരു ഭഗവാന്റെ വ്യാഴത്തിൻ്റെ സ്ഥലം എന്നാണ് നമ്മൾ തിരുച്ചെന്തൂർ ക്ഷേത്രത്തെ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മുരുക ഭഗവാനെ തൊഴുത് പുറത്തിറങ്ങിയ ഉടൻ തന്നെ വലിയ രൂപത്തിൽ ദക്ഷിണാമൂർത്തി ഭഗവാനെ കാണുവാൻ സാധിക്കുന്നതായിരിക്കും. ദക്ഷിണാമൂർത്തി ഭഗവാന്റെ ചിന്മുദ്ര മഹർഷിമാരുടെ എല്ലാ സംശയങ്ങളും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ് പറയുന്നത്.
ലോകത്തിൻ്റെ ഗുരുവാണ് ദക്ഷിണാമൂർത്തി എന്ന സങ്കല്പം. ഗുരു ഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യവും സന്തോഷവും സമാധാനവും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവുകയുള്ളൂ, ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ദക്ഷിണാമൂർത്തിയുടെ ഞാൻ ഇപ്പോൾ പറയുവാൻ പോകുന്ന ഈ മന്ത്രം നിങ്ങൾക്ക് 7 പ്രാവശ്യം ചൊല്ലാവുന്നതാണ്. മന്ത്രം ഇതാണ്: നമഃശിവായ ശാന്തായ ശുദ്ധായ പരമാത്മനെ സച്ചിദാനന്ദ രൂപായ ദക്ഷിണാമൂർത്തയെ നമോ നമഃ. ഈ മന്ത്രം നമുക്ക് 7 പ്രാവശ്യം ചൊല്ലാം. ഈ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം നമ്മളെല്ലാവരും എപ്പോഴും പറയും നമ്മുടെ തലയെഴുത്ത് എഴുതുന്നത് ബ്രഹ്മദേവനാണ് എന്നുള്ള കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ബ്രഹ്മദേവനെയാണ് മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കേണ്ടത്. ബ്രഹ്മദേവൻ്റെ മന്ത്രം നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾക്ക് ആ മന്ത്രം ചൊല്ലാം. അല്ലെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കുന്ന ഈ മന്ത്രം ഒരു 11 പ്രാവശ്യമോ ഇനി സമയമുണ്ട് എന്നിരിക്കെ 51 പ്രാവശ്യമോ നമുക്ക് ചൊല്ലാവുന്നതാണ്. ബ്രഹ്മമന്ത്രം എന്നത് ബ്രഹ്മാവിനെ സ്തുതിക്കാനായി ഉപയോഗിക്കുന്ന മന്ത്രമാണ്. ഇതിന് നിരവധി രൂപങ്ങളുണ്ട്. സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു മന്ത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത്. ഓം ബ്രഹ്മദേവായ നമഃ. സൃഷ്ടിയുടെ നാഥനായാണ് ബ്രഹ്മദേവനെ കണക്കാക്കുന്നത്. വേദനാഥൻ, ചതുർമുഖൻ, ജ്ഞാനേശ്വരൻ, സ്വയംഭൂ, ബ്രഹ്മനാരായണൻ എന്നിങ്ങനെ ഒരുപാട് പേരുകൾ ബ്രഹ്മദേവന് ഉണ്ട്. കൂടാതെ വാക്കിൻ്റെ നാഥനായും 4 വേദങ്ങളുടെ സ്രഷ്ടാവായും ബ്രഹ്മദേവനെ പറയപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള ബ്രഹ്മദേവൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ മന്ത്രം നമുക്ക് ജപിക്കാവുന്നതാണ്. ഇങ്ങനെ മന്ത്രങ്ങൾ ജപിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ എപ്പോഴും ചെയ്യുന്ന ജോലികൾ ചെയ്യാവുന്നതാണ്. നിങ്ങളൊരു 7 ദിവസമോ 21 ദിവസമോ ഈ രീതിയിൽ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. ഇനി 5 ദീപം തെളിയിക്കുന്നവരാണെങ്കിലും ആ ദീപങ്ങളെല്ലാം എവിടെ വെക്കണമെന്ന് സംശയമുണ്ടാകും. 5 ദീപങ്ങളും ഒരു തട്ടിൽ തന്നെ ആക്കി നമ്മുടെ പൂജാമുറിയിൽ നമുക്ക് വെക്കാവുന്നതാണ്. എല്ലാ ദിശകളിലും നോക്കി ദീപം തെളിയുന്നത് പോലെ വെക്കാം. അല്ലെങ്കിൽ നമുക്ക് 5 ദീപങ്ങളും കിഴക്ക് ദിശ അല്ലെങ്കിൽ വടക്കു ദിശ നോക്കി തെളിഞ്ഞു കത്തുന്ന രീതിയിൽ നമുക്ക് പൂജാമുറിയിൽ വെക്കാവുന്നതാണ്. മാക്സിമം ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നമുക്ക് ഈ ദീപം തെളിഞ്ഞു കത്തിയാൽ മാത്രം മതി. എണ്ണ കഴിയുന്നു എന്ന് കരുതി വെറുതെ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മൾ തിരിയും എണ്ണയും ദിവസവും മാറ്റുവാനായിട്ട് ശ്രമിക്കുക. വിളക്ക് നമ്മൾ അതുതന്നെ ഉപയോഗിക്കാവുന്നതാണ്. വൈകുന്നേരങ്ങളിൽ നമ്മൾ സാധാരണ ഒരു പേപ്പർ വെച്ചോ അല്ലെങ്കിൽ ഒരു തുണി വെച്ചോ ശുദ്ധമാക്കി വീണ്ടും അതിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടു തൊട്ട് തയ്യാറാക്കി വെക്കാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രാർത്ഥന മുൻനിർത്തിക്കൊണ്ട് ഈ ഒരു ബ്രഹ്മമുഹൂർത്ത വഴിപാട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചത് എന്താണോ അത് നമ്മൾ വിശ്വസിക്കുന്ന ദൈവം നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. ഇനി അഥവാ നിങ്ങൾ ദൈവവിശ്വാസികളല്ല, ഞങ്ങൾക്ക് ബ്രഹ്മമുഹൂർത്തത്തിൽ ഞങ്ങൾ ആഗ്രഹിച്ച കാര്യം നിറവേറി കിട്ടുവാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ രാവിലെ ഉണർന്നെഴുന്നേറ്റ് കയ്യും മുഖവും കഴുകിക്കൊണ്ട് നിങ്ങൾക്ക് ഏത് ദൈവത്തിലാണ് വിശ്വാസം അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലാണ് വിശ്വാസമെങ്കിൽ ഈ പ്രപഞ്ചത്തെ നമ്മളൊന്ന് മാനിഫെസ്റ്റ് ചെയ്യുവാനായിട്ട് ഒരു 15 മിനിറ്റ് സമയം മാറ്റി വെക്കേണ്ടതാണ്. നമ്മൾ ഏത് കാര്യമാണോ ആഗ്രഹിച്ചിരിക്കുന്നത് ആ കാര്യം നിങ്ങൾ നിറവേറി കിട്ടിയതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി അഥവാ ഇതൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു നോട്ട് പുസ്തകം എടുത്ത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം എന്താണോ അത് നിറവേറി കിട്ടിയതിന് ഈ പ്രപഞ്ചത്തോട് നന്ദി രേഖപ്പെടുത്തുന്ന രീതിയിൽ നമുക്ക് 108 പ്രാവശ്യം എഴുതാവുന്നതാണ്. 21 ദിവസവും 108 പ്രാവശ്യം നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിറവേറി കിട്ടി നന്ദി പ്രപഞ്ചമേ എന്ന് നമുക്ക് എഴുതുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച കാര്യം ഈ പ്രപഞ്ചവും നമുക്ക് ചുറ്റുമുള്ള ശക്തികളും നമ്മളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ രീതിയിൽ ബ്രഹ്മമുഹൂർത്ത വഴിപാട് ചെയ്യുക. 4 മണിക്ക് എഴുന്നേൽക്കാൻ സാധിക്കുകയാണെങ്കിൽ ആ സമയത്ത് എഴുന്നേൽക്കുക. അല്ലെങ്കിൽ ഒരു 5:15 തന്നെ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ശ്രമിക്കുക. ദീപം തെളിയിക്കുന്നതിനെ കുറിച്ചെല്ലാം നേരത്തെ പല വിശദീകരണങ്ങളും തന്നിട്ടുണ്ട് എന്നുള്ള കാരണം കൊണ്ടാണ് ഞാൻ ഇവിടെ അതിനെക്കുറിച്ച് വളരെ ചുരുക്കി പറഞ്ഞ് ബാക്കിയുള്ള മന്ത്രജപങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് പറയുവാൻ കാരണം. ഇനി ഈ സമയത്ത് നിങ്ങൾ വേറെ ഒരു മന്ത്രവും ചൊല്ലാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ട ദൈവങ്ങളുടെ മന്ത്രമോ കുലദൈവത്തിൻ്റെ മന്ത്രമോ നമുക്ക് ജപിച്ചുകൊണ്ടിരിക്കാവുന്നതാണ്. മാക്സിമം ഒരു 15 മിനിറ്റ് കൊണ്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ 2 മന്ത്രങ്ങളും നിങ്ങൾക്ക് ജപിക്കുവാൻ സാധിക്കും. 15 മിനിറ്റ് മാത്രം നിത്യവും നമ്മൾ മാറ്റി വെച്ച് നോക്കുക. നിങ്ങൾ 7 ദിവസം കണക്കിലെടുത്തുകൊണ്ടാണ് ഈ വഴിപാട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും നിങ്ങൾ ആ ഒരു വഴിപാട് തുടരുവാൻ ആഗ്രഹിക്കുന്നതായിരിക്കും. അത്രയും പെട്ടെന്ന് ഫലം നമ്മളിലേക്ക് വന്നു ചേരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള വഴിപാടുകൾ, മന്ത്രജപങ്ങൾ, താന്ത്രികങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും
സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.